ഈന റീത്തയെ തല്ലിയ സന്തോഷത്തിൽ സ്റ്റാലി നമ്മുടെ സ്റ്റാലിക്കാണെങ്കിൽ റീത്തയെ കണ്ണെടുത്താ കണ്ടൂടാ എന്നുള്ള കാര്യം നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്റ്റാലിയാണെങ്കിൽ റീത്തയെ ഒരുപാട് വെറുക്കുന്നുണ്ട് എന്നും കാണാൻ സാധിക്കും. അതായത് സ്റ്റാലിൻ്റെ ജീവിതം ഈ രീതിയിൽ പരാജയപ്പെടുത്താനായിട്ട് ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ റീത്തയാണെങ്കിൽ തന്നെ ഉപദ്രവിച്ചതൊക്കെ ആലോചിക്കുന്ന ഓർക്കുന്ന സ്റ്റാലിയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ റീത്തയ്ക്ക് പണി കൊടുക്കാനായിട്ട് ആലോചിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് അലി കാണുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ അലീനയെയും റീത്തയെയും തമ്മിൽ കൂട്ടിമുട്ടിക്കുക എന്നത് തന്നെയാണ്. തന്നെ അപമാനിച്ചാൽ ഏതറ്റം വരെയും അലീന പൊരുതുമെന്ന് സ്റ്റാലിന് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ സ്റ്റാലിയാണെങ്കിൽ അലീനയോട് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ സ്നേഹം വെച്ച് പുലർത്തുന്നുണ്ട്. അലീനയെ ഒരുപാട് സ്നേഹിക്കുകയാണ് സ്റ്റാലി എന്ന് കാണാം. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അലീന എന്തും ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ അലീനയാണെങ്കിൽ തൻ്റെ പപ്പയെ അപമാനിക്കുന്ന റീത്തയെ അപമാനിച്ചിറക്കി വിടുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. കാരണം സ്വത്ത് വിവരങ്ങളെല്ലാം റീത്തയ്ക്ക് കാണാപ്പാഠമാണ് എന്ന് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ റീത്ത ഇമ്മാതിരി തോന്നിവാസം പറയാനായിട്ട് സ്റ്റാലിൻ്റെ മുൻപിലേക്ക് എത്തുന്നത്. സ്റ്റാലിയാണെങ്കിൽ റീത്തയല്ലേ അവിടെ നിന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ പോയിക്കോളുമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞിട്ടും ആൾ അങ്ങനെ പോവാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാലിന് നല്ല രീതിയിൽ ഇറിറ്റേഷൻ ആവുകയും, കൂടാതെ തന്നെ സ്റ്റാലി പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും തന്നെ ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നില്ലെന്നും നിങ്ങളുടെ വീട്ടിലെ പെരുമാറ്റം ഇവിടെ എടുക്കേണ്ട എന്നും ഇവിടെ താനും തൻ്റെ മകളും സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണെന്നും പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. എടോ നാണം കെട്ട സ്റ്റാലി, നിങ്ങൾ എന്തോരം വേണമെങ്കിലും ഇവിടെ ജീവിച്ചോളൂ. പക്ഷേ എൻ്റെ സഹോദരിക്കും എൻ്റെ സഹോദരിയുടെ മക്കൾക്കും ആവശ്യപ്പെട്ടത് കിട്ടേണ്ടത് ലഭിച്ചേ മതിയാവൂ എന്ന് പറയുമ്പോൾ, അതേ എൻ്റെ റീത്താമേ, എൻ്റെ കയ്യിൽ യാതൊരു സ്വത്തും കാര്യമോ ഒന്നും തന്നെ ഇല്ല. കാരണം എല്ലാം ഞാൻ എൻ്റെ മകൾക്ക് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നു. ഇനി നിങ്ങൾക്ക് മാസവും പണം വേണമെങ്കിൽ അവളുടെ കയ്യും കാലും പിടിക്കേണ്ടി വരുമെന്ന് പറയുന്നതും കാണാനായിട്ട് സാധിക്കുന്നു. ഇതേ സമയം നമ്മുടെ റീത്ത ആകെ പരാജയപ്പെട്ടു പോവാണ്. നീ നുണ പറഞ്ഞ് ഇപ്പോൾ എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ? എന്നെ ഇപ്പോൾ പറ്റിച്ചോ? പക്ഷേ ഞാനിപ്പോൾ എല്ലാവരുമായിട്ട് എന്തായാലും വരാനായിട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ, ആരൊക്കെ എന്തൊക്കെയായിട്ട് വന്നാലും റീത്താമേ, നിങ്ങൾ വെറും കൈയോടെ പോവുകയുള്ളൂ. നിങ്ങളുടെ മനസ്സിലുള്ള യാതൊരു ഉദ്ദേശമോ യാതൊരു കാര്യമോ നടക്കാനായിട്ടൊന്നും പോകുന്നില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശത്തെയൊക്കെ കുറിച്ച് നിനക്ക് എന്തറിയാടാ സ്റ്റാലി? നിന്നെ ഞാൻ എൻ്റെ മുൻപിൽ മുട്ടുകുത്തിക്കോടാ എന്ന് പറയുമ്പോൾ, റീതാമേ, എന്തിനാ നടക്കാത്ത കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് വലിയ വീരവാദമൊക്കെ ഇളക്കുന്നത്? എനിക്ക് പണ്ടേ വീരവാദം ഇളക്കുന്നത് ഇഷ്ടമല്ല എന്ന് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. എനിക്ക് പറഞ്ഞാണ് ചെയ്താണ് ശീലമെന്ന് പറയുന്നതും കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്ത ആ സമയം മടങ്ങിപ്പോകുന്നുണ്ട് എന്ന് കാണാം. അപ്പോൾ അലീനയാണെങ്കിൽ സ്റ്റാലിയോട് പറയുന്നുണ്ട്, എന്തിനാ അപ്പ ഇവർക്ക് ഇത്രയും പണത്തിനോട് ആർത്തി എന്ന്, ഇവരെന്തിനാണ് ഇത്രയും ആർത്തി കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നത്
കാണാൻ കഴിയുന്നുണ്ട്. മോളെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നും നിൻ്റെ പേരിലേക്ക് ഈ കണ്ട എല്ലാ എൻ്റെ സ്വത്തുവകകളും ഈ പപ്പ മാറ്റാനായിട്ട് പോവുകയാണെന്നും പറയുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യകതയുണ്ടോ എന്ന് നമ്മുടെ അലീന സ്റ്റാൻലിയോട് ചോദിക്കുന്നു. അതിൻ്റെ ആവശ്യകതയുണ്ട് മോളെ, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാകില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോളെ, നീ ഈ പപ്പയുടെ കൂടെ നിൽക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എന്തി പപ്പ, ഞാൻ എപ്പോഴും പപ്പയുടെ കൂടെ നിലയുറപ്പിച്ച് നിൽക്കുകയുള്ളൂ. പപ്പയെ തള്ളിപ്പറയില്ല, വേറെ ആരെയും കൂടെയും അവരുടെ നിലപാടുകൾ കേട്ട് അവരുടെ അനുസരിച്ച് നിൽക്കില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം സ്റ്റാലിന് തൻ്റെ മകൾ തൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ എന്നൊരു വിശ്വാസവും സന്തോഷവും വരുന്നത് കാണാൻ സാധിക്കും. തുടർന്ന് സ്റ്റാലിനാണെങ്കിൽ നമ്മുടെ റീത്തയല്ല ആര് തന്നെ വന്നാലും ഒരു പ്രശ്നവുമില്ല എന്ന് ചിന്തിക്കുന്നതാണ്, സങ്കല്പിക്കുന്നതാണ് കാണാനായിട്ട് കഴിയുക. അപ്പോഴാണെങ്കിൽ റീത്തയാണെങ്കിൽ തൻ്റെ സഹോദരങ്ങളെ വിളിച്ച് സ്റ്റാൻലി സ്വത്തുക്കളൊക്കെ അവളുടെ പേരിലേക്ക്, അവൻ്റെ വഴിപിഴച്ചുണ്ടായ സന്തതിയുടെ പേരിലേക്ക് മാറ്റി എന്നൊക്കെ തന്നെയാണ് പറയുന്നത് എന്ന് പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം ശരിയുണ്ട് എന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. എന്തായാലും പൗലോസിനോട് ചോദിച്ചപ്പോൾ പൗലോസും അതുതന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നു. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് പോകണമെന്നും അല്ലെങ്കിൽ എൽസമ്മയും പിള്ളേരും അനാഥരായി പോകുമെന്നും നമ്മുടെ റീത്താമ്മ പറയുന്നു. അപ്പോൾ തന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ റീത്തയുടെ വാക്ക് കേട്ട് എല്ലാവരും സ്റ്റാൻലിയുടെ മുൻപിലേക്ക് ചെല്ലുകയാണെന്ന് കാണാം. സ്റ്റാൻലിയുടെ മുൻപിൽ ചോദിക്കുന്നത് വേറൊന്നുമല്ല, നിങ്ങളുടെ സ്വത്തൊക്കെ നിങ്ങളുടെ വളർത്തുമകൾക്ക്, നിങ്ങളുടെ പിഴച്ച് പ്രസവിച്ച സന്താനത്തിന്, എവിടെയോ ജനിച്ച സന്താനത്തിന് എഴുതി കൊടുത്തോ എന്നാണ് ചോദിക്കുന്നത്. ഇതേ സമയമാണെങ്കിൽ ഞാൻ കൊടുത്തു, അതിന് നിനക്കൊക്കെ എന്താടാ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ സ്റ്റാൻലി. നിങ്ങൾക്ക് നാണാവില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ സ്റ്റാലിനോട് പൊട്ടിത്തെറിക്കുകയാണ് ആര്, നമ്മുടെ റീത്തയും റീത്തയുടെ സഹോദരങ്ങളും. ഇതേ സമയം എൻ്റെ പപ്പയുടെ സ്വത്ത് എനിക്ക് തന്നതിന് നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അലീന കടന്നു വരികയും അവരെ ആട്ടിപ്പുറത്താക്കുകയും ചെയ്യുന്നൊരു കാഴ്ച സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന സ്റ്റാലിനെ നമുക്ക് കാണാം. കാരണം സ്റ്റാലിൻ ഇതിനു വേണ്ടിയാണ് അലീനയ്ക്ക് എല്ലാം എഴുതി കൊടുത്തത് എന്ന് കാണാൻ സാധിക്കും. അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ. സബ്സ്ക്രൈബ്.